ഒരുപാട് സിനിമാ മോഹങ്ങളുമായി ഗുജറാത്തിലെ ഒരു ബിസിനസ്സുകാരന്റെ മകൻ ആദ്യം അഭിനയിച്ച മിക്ക സിനിമകളും പ്രേക്ഷക ശ്രദ്ധ നേടാതെ പോയി. പിന്നീട് മല്ലു സിംഗ് എന്ന സിനിമ അഭിനയിച്ചതിന് ശേഷം തിരിച്ച് ഗുജറാത്തിലേക്ക് തന്നെ പോയി. ആ സിനിമയുടെ വിധി എന്താണെന്ന് പോലും അറിയാതെയാണ് ആ പയ്യൻ ഗുജറാത്തിലേക്ക് പോയത്. ഇതുപോലൊരു ഇൻട്രോ കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന്. അതെ, ഉണ്ണിമുകുന്ദനെ കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. ഒരുപാട് സിനിമാ മോഹങ്ങളുമായി വന്ന ഉണ്ണിമുകുന്ദൻ പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയ കഥയാണ് ഞാനിവിടെ പറയുന്നത്. മല്ലു സിംഗ് വിജയമാണെന്നറിയാതെ ഗുജറാത്തിലേക്ക് പോയ ഉണ്ണിമുകുന്ദനെ 7-8 മാസങ്ങൾക്ക് ശേഷം നിന്റെ പടം ഇവിടെ വലിയ ഹിറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമുഖ സംവിധായകൻ വിളിക്കുന്നു. പിന്നീട് ഉണ്ണിമുകുന്ദൻ തിരിച്ചു വരുന്നു. അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ചെയ്ത സിനിമകളൊക്കെ അത്ര പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകളായിരുന്നില്ല. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ വന്ന ഉണ്ണിമുകുന്ദനും ദുൽഖർ സൽമാനും പ്രധാന വേഷത്തിൽ അഭിനയിച്ച വിക്രമാദിത്യൻ എന്ന സിനിമ റിലീസായി. അതിനുശേഷമാണ് താൻ സിനിമയിൽ തന്നെ തുടരാമെന്ന് തീരുമാനമെടുത്തത് എന്ന് ഉണ്ണിമുകുന്ദൻ തന്നെ ഒരു പ്രമുഖ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സമയത്താണ് ഉണ്ണിമുകുന്ദന്റെ മസിലിനെ കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ലാൽ ജോസ് ആണ് അദ്ദേഹത്തിനെ ആദ്യമായി മസിൽ അളിയൻ എന്നുള്ള ഒരു പേര് വിളിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അന്ന് മലയാളം നടന്മാർക്ക് ആർക്കും ഇല്ലാത്ത രീതിയിലുള്ള ബോഡി തന്നെയാണ് ഉണ്ണിമുകുന്ദന് ഉണ്ടായിരുന്നത്. ഏതാണ്ട് മലയാളികളുടെ അന്നത്തെ ചിന്താഗതി എന്ന് പറയുന്നത് തട്ടത്തിൻ മറയത്തിൽ പറയുന്ന ഡയലോഗ് പോലെയാണ്, മലയാളികൾക്ക് എന്തിനാണ് 6 പാക്ക്. ആ ഒരു ചിന്താഗതിയെ പൊളിച്ചെഴുതിയത് മലയാളത്തിൽ ആദ്യം ഉണ്ണിമുകുന്ദൻ തന്നെയാണ്. മലയാളത്തിൽ ആദ്യമായി ഉണ്ണിമുകുന്ദൻ തന്നെയാണ് ആ ഒരു ചിന്താഗതി പൊളിച്ചെഴുതിയത്. ശേഷം മിക്ക നടന്മാരും ഇതുപോലെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാൻ തുടങ്ങി. അതിനുശേഷം കുറച്ചു കാലം വലിയ താരങ്ങളോടൊപ്പം ചേർന്ന് അഭിനയിക്കാൻ തുടങ്ങി. ആ ഒരു സമയത്താണ് സ്റ്റൈൽ എന്നൊരു ഉണ്ണിമുകുന്ദൻ സിനിമ റിലീസാകുന്നത്. ആ ഒരു സിനിമ പ്രേക്ഷകരിൽ അത്യാവശ്യം ശ്രദ്ധ ചെലുത്തി. അതിനുശേഷം ജനതാ കേരളത്തിലെ വില്ലൻ വേഷത്തിന് അവസരം ലഭിച്ചു. ആ ഒരു സിനിമയ്ക്ക് ശേഷമാണോ എന്നറിയില്ല, അല്ലെങ്കിൽ അത് കാരണമാണോ എന്നറിയില്ല, പിന്നീട് വില്ലൻ വേഷങ്ങളിൽ ഉണ്ണിമുകുന്ദൻ തിളങ്ങാൻ തുടങ്ങി. മാസ്റ്റർ പീസ് സിനിമയിൽ മമ്മൂക്കയുടെ വില്ലനായി വന്നു. അതുപോലെ ഇപ്പോൾ റിലീസായിരിക്കുന്ന ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായ മാർക്കോ എന്ന സിനിമയുടെ മാർക്കോ എന്ന ക്യാരക്ടർ തന്നെ ഉണ്ടാകാൻ കാരണമായ മിഖായേൽ എന്ന സിനിമയിൽ നിവിൻ പോളിയുടെ വില്ലനായി നമ്മൾ കണ്ടു. ആ ഒരു സിനിമയിൽ നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങിയത്, ഒരുപക്ഷെ നായകനേക്കാൾ കൂടുതൽ കയ്യടി വാങ്ങിയത് കഥയിലെ വില്ലൻ കഥാപാത്രമാണ്. എന്നാൽ ആ സിനിമ പൂർണ്ണമായ ഒരു വിജയമായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. അത് കഴിഞ്ഞ് ഭാഗവതി എന്നൊരു തെലുങ്ക് പടത്തിൽ നായകനായി അഭിനയിച്ചു. പിന്നീട് മാമാങ്കം, അതുപോലെ ബ്രഹ്മം എന്ന സിനിമയിൽ വില്ലൻ കഥാപാത്രമായി, പൃഥ്വിരാജിന്റെ വില്ലൻ കഥാപാത്രമായി അഭിനയിച്ചു. ഏതാണ്ട് ഈ ഒരു സമയത്താണ് തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് പലരും ഊഹിച്ചതിന്റെയോ വെളിപ്പെടുത്തിയതിന്റെയോ ഭാഗമായി നിരവധി കുറ്റപ്പെടുത്തലുകളും വിവാദങ്ങളും നേരിടേണ്ടി വന്നു തുടങ്ങിയത്. ഈ ഒരു സമയത്താണ് മേപ്പടിയൻ എന്നൊരു സിനിമയും ഇറങ്ങുന്നത്. അങ്ങനെ ഒരു സിനിമ ഉണ്ണിമുകുന്ദൻ തന്നെ ചെയ്യുന്നത്, തൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ഉണ്ണിമുകുന്ദൻ ഫിലിംസ് വഴി ചെയ്യുന്നത്. ഉണ്ണിമുകുന്ദൻ എന്ന നടനെ മലയാളികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി തന്ന ഒരു സിനിമയാണ് മേപ്പടിയാൻ. സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ തിയേറ്ററിൽ ഹിറ്റാവുകയും ചെയ്തു. 2022 ഉണ്ണിമുകുന്ദന്റെ ആദ്യ 50 കോടി സിനിമ മാളികപ്പുറം തിയേറ്ററുകളിൽ എത്തുന്നത്. ആ ഒരു സമയത്ത് വലിയ വിവാദങ്ങളിൽ ഉണ്ണിമുകുന്ദൻ ചെന്നെത്തുകയായിരുന്നു. പിന്നീട് നല്ല രീതിയിൽ തന്നെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ണിമുകുന്ദന് നേരിടേണ്ടി വരികയും ചെയ്തു. ഒരുപാട് ആളുകൾ സമാജം സ്റ്റാർ എന്നൊക്കെ കമന്റുകളിൽ കളിയാക്കിയിരുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് 2024 ജയ ഗണേഷ് എന്ന സിനിമയും ഗരുഡൻ എന്ന തമിഴ് സിനിമയും വലിയ ഹിറ്റായി മാറി. ആളുകൾ 2024 ഏറ്റവും അധികം സംസാരിച്ച ഒരു സിനിമയാണ് മാർക്കോ. മലയാളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അത്രയും വയലൻസ് ഉള്ള ഒരു സിനിമ. അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദന്റെ ഗംഭീര പെർഫോമൻസ്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ആളുകൾ മാർക്കോയെ കുറിച്ച് മാത്രം സംസാരിക്കാൻ തുടങ്ങി. തമിഴ്നാട്ടിലും അതുപോലെ ബോളിവുഡിലും സിനിമ ചർച്ചയാവുകയും ചെയ്തു. തീർച്ചയായും കാണണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള റിവ്യൂകളും വന്നു തുടങ്ങി. മിക്കവാറും സിനിമ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റായി മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. 2024 തുടക്കത്തിലും അതുപോലെ അവസാന സമയത്തും വലിയൊരു ഹിറ്റ് നൽകിയാണ് ഉണ്ണിമുകുന്ദൻ സൂപ്പർ താര പദവിയിലേക്ക് കടന്നത്. എന്തായാലും നിങ്ങൾക്ക് ഉണ്ണിമുകുന്ദന് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.